ഹലോ, കാണാൻ പറ്റുന്നുണ്ടടാ? കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിന്നേ നൈറ്റിയുടെ അളവുകൾ, ഇപ്പോൾ നിങ്ങളിൽ തന്നെ കുറേ പേര് നൈറ്റി ബിറ്റ് വാങ്ങിയിട്ട് അത് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറേ പേര് ബോഡിയുടെ അളവിലേക്കും, അതപ്പോൾ ഞാനൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ എനിക്കൊരു നൈറ്റിയുടെ ബിറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് എൻ്റെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് നൈറ്റി ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തത് അത് വേറെ. അല്ലാതെ നമ്മൾ റെഡിമെയ്ഡായിട്ട് തയ്ച്ച് വെക്കുന്ന അളവുകളുണ്ടല്ലോ, ആ അളവുകളിൽ തന്നെ ഇപ്പോൾ ഏറ്റവും വലിയ സൈസിലേക്ക് സാധനം വേണം താനും എങ്കിലോ 3/4 സ്ലീവിൽ അതും വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ ആ അളവുകൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളതുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ അളവുകൾ ഇപ്പോൾ ഇന്നലെയാണ് മെസ്സേജ് അയച്ചത്, പക്ഷെ ഇന്നാണത് ഡെലിവറി ആയിട്ടുള്ള തോന്നുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അതുകൊണ്ട് തന്നെ കുറേ പേര് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ വേണ്ടിയിട്ട് ഫീ അടച്ച് വെച്ചിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈം ഇല്ലാത്തതുകൊണ്ട് ഫുള്ളായിട്ട് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്ന് ക്ലാസ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലോ ഉള്ളൂ. ആരോ വരുന്നുണ്ട്. ഒരു മിനിറ്റേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ അളവുകൾ എങ്ങനെയാണ് ആ വലിയ സൈസിലേക്ക് നമ്മുടെ ആ നൈറ്റി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, സ്റ്റിച്ചിങ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്കും 3/4 സ്ലീവായിട്ട് കിട്ടൂല. ഒരു ഏറ്റവും കുറഞ്ഞൊരു 14 ഇഞ്ചെങ്കിലും നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരണമല്ലോ, അത് കിട്ടൂല എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നൊരു കാര്യം. അപ്പോൾ അഥവാ ഇനി സ്ലീവ് ഒരു 14, 16, 17 എന്നൊക്കെയുള്ള രീതിയിൽ സ്ലീവ് എത്തണം എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് വീതി കുറഞ്ഞിട്ട് ഉള്ള രീതി ആക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെയാണ് എങ്ങനെയാണ് അത് തരണം ചെയ്യേണ്ടത്, അത് ആ രീതിയിൽ നമുക്ക് എങ്ങനെയാണ് കട്ടിങ് വരേണ്ടത് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നൈറ്റിയുടെ ക്ലോത്തിനെ പറ്റി അറിയാം. നമുക്കറിയാമല്ലോ നൈറ്റിയുടെ ക്ലോത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് 56 സൈസിൻ്റെതാണ്. 56 സൈസിൻ്റെ എന്ന് പറയുമ്പോൾ 290-ലാണ് ക്ലോത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ വിപണിയിൽ വരുന്ന ക്ലോത്താണ് 290-ൻ്റെത്. അത് വിട്ടാൽ പിന്നെ വരുന്നത് 320-ൻ്റെതാണ്. അത് 60 സൈസ് ഉള്ളവർക്കാണ് വരുന്നത്. 56 സൈസ് ഉള്ളതും 60 സൈസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് അതിൻ്റെ വ്യത്യാസം നിങ്ങൾ ആർക്കെങ്കിലും അറിയത്? സൈസ് വലിയവർക്കാവും, ഹൈറ്റ് വെയിറ്റുള്ളവർക്കാവും. ഹൈറ്റും ബാക്കി പറ. ഹൈറ്റും അതായത് ഹൈറ്റ് തമ്മിലാണ് വ്യത്യാസം, നീളത്തിലാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ഈ 56 സൈസ് അതായത് 290-ന്റെ നൈറ്റിയുടെ ബിറ്റിന്റെ വീതിയും 60 സൈസിന്റെ നൈറ്റി ബിറ്റിന്റെ വീതി ഒന്നായിരിക്കും. അതിൽ നീളത്തിലാണ് ഈ വ്യത്യാസം കാണിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹൈറ്റ് ഓക്കെ, പക്ഷേ വണ്ണത്തിനനുസരിച്ചിട്ട് ഏറ്റവും നല്ല വണ്ണം അതിൽ കിട്ടണം എന്നില്ല. ഓക്കെ, പിന്നെ ഈ ഫുൾ സ്ലീവ് അതേപോലെ ഹൈറ്റ് നല്ല തടിയുള്ളവർക്ക് അതെന്താ ചെയ്യുമെന്നുള്ള അങ്ങനെയുള്ളവർക്ക് ഈ ക്ലോത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റൂല. കാരണം ഈ ക്ലോത്തിന്റെ മൊത്തം വീതി അത് നിവർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാഗത്തു നിന്നുള്ള വീതി 17 ഇഞ്ചോളം ഉണ്ടാവും. ഒരു ഭാഗത്തു നിന്ന് ഇവിടെ നിന്ന് അവിടെ വരെയുള്ള രീതി എന്നുള്ള രീതി നിവർത്തി കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാക്കി കാണിക്കാം. നമ്മുടെ ഏതൊരു നൈറ്റി വന്ന് ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടുക അല്ലേ, മടക്കിയിട്ട് ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യൽ അല്ലേ, ഇത് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യൽ ഫുള്ളായിട്ട്. അതായത് ഈ രൂപത്തിലാണ് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 17 ഇഞ്ച് അല്ലെങ്കിൽ 16 അല്ലെങ്കിൽ 17, 17.5 ആ ലെവലിലാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മൊത്തത്തിലുള്ള വീതി 34. ഇങ്ങനെ മൊത്തത്തിലുള്ള വീതി നോക്കുമ്പോൾ 34 ഉണ്ടാവും. ഈ 34 അല്ലെങ്കിൽ 35 എന്നുള്ള ലെവലിൽ തന്നെയാണ് എങ്ങനെ വരുന്നത്. 56 സൈസിലുള്ള നൈറ്റി ബിറ്റ് വാങ്ങിക്കുകയാണെങ്കിലും 60 സൈസിലുള്ള നൈറ്റി ബിറ്റ് മേടിക്കുകയാണെങ്കിലും ഈ വീതി തന്നെയാണ് ബിറ്റിൽ ഉണ്ടാവുള്ളൂ. വീതിയിൽ വ്യത്യാസം കാണിക്കില്ല, മറിച്ച് നീളത്തിൽ വ്യത്യാസം കാണിക്കും. അതായത് 60 സൈസിൻ്റെ അഥവാ 320 സൈസിൻ്റെ 320 എന്ന് പറയുന്നത് തന്നെ 3 മീറ്ററും 20 സെൻറ്റിമീറ്ററും അതിൽ നീളമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. 290 എന്ന് പറയുന്നത് 2 മീറ്ററും 90 സെൻറ്റിമീറ്റർ, അതായത് 3 മീറ്ററിന് 10 സെൻറ്റിമീറ്റർ കുറവ്. ഇതാണ് ആ നൈറ്റിയുടെ ബിറ്റിൻ്റെ വ്യത്യാസം. ഓക്കെ, അപ്പം നമ്മുടെ ഡൗട്ടാണ് ഈ തടി കൂടിയവർക്ക് ഇനി എന്ത് ചെയ്യും. നല്ല തടിയുള്ളവർക്ക് എങ്ങനെയാണ് അപ്പം അതിൽ മാർക്ക് ചെയ്ത് കൊടുക്കൽ, വണ്ണങ്ങളൊക്കെ എങ്ങനെ എടുക്കാൻ പറ്റുമെന്നുള്ളത്. ആ വണ്ണം കൂടിയവർക്ക് ഈ ഒരു ക്ലോത്തിൽ നിന്ന് എടുക്കാൻ പറ്റൂല. വണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് വല്ലാതെ മാർക്ക് നിങ്ങൾ കൂടുതൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ സ്ലീവിൻ്റെ ഇവിടുത്തെ കാണുന്നില്ലേ, ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലെങ്ത്ത് കാണുന്നില്ലേ, ഈ ലെങ്ത്ത് കുറഞ്ഞു കിട്ടും. ഇവിടെ നിന്ന് വല്ലാതെ നിങ്ങൾ വണ്ണം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവിൻ്റെ താഴത്തെ ആം ഹോളിൻ്റെ താഴത്തുള്ള ലെങ്ത്ത് കുറവായിരിക്കും കിട്ടുക. അത് വല്ലാതെ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനു പറ്റൂല, ജോയിൻ പീസ് വെച്ച് കഴിഞ്ഞാലും അതൊരു ബോറായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ തടി കൂടിയവർക്കുള്ള ക്ലോത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തടി കൂടിയവർക്ക് നമ്മൾ ജംബോ സൈസിലുള്ള നൈറ്റിയുടെ ബിറ്റ് എടുത്തിട്ടാണ് തടി കൂടുതലുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആണോ? കേട്ടിട്ടുണ്ടോ ജംബോ സൈസ്, ജംബോ നൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് ആരെങ്കിലും കേട്ടവരുണ്ടോ? ജംബോ നൈറ്റി എന്നിട്ട് കേട്ടവരുണ്ടോ? ഉണ്ട്.
അപ്പോൾ ജംബോ നൈറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിപണിയിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ആ ജംബോ നൈറ്റിയുടെ ബിറ്റും അവൈലബിൾ ആണ്. ബിറ്റ് ജംബോ നൈറ്റിയുടെ ബിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്ലോത്തിൻ്റെ വീതിയല്ല അതിന് ഇതിനേക്കാൾ വീതി കൂടുതലാണ്. നല്ല ഓവർ വീതി ഉണ്ടാവും അതിന്. മനസ്സിലായോ? ആ വീതി വെച്ചിട്ടാണ് നമ്മൾ ജംബോ നല്ല തടിയുള്ളവർക്ക് നൈറ്റി തയ്ച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് എങ്ങനെ നമ്മൾ കണക്കാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. കാരണം നമ്മുടെ നോർമൽ ബിറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്തും അല്ലെങ്കിൽ ഇതിൻ്റെ സൈസ് കിട്ടും നമുക്ക്. എങ്ങനെ 56 സൈസാണ് അല്ലെങ്കിൽ 60 സൈസാണ് എന്നുള്ളൊരു സൈസ് നമുക്ക് കിട്ടും. ആ സൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. എങ്ങനെ മാർക്ക് ചെയ്യുന്നത്? 56 സൈസ് ആണെങ്കിലും അതിലും ഉണ്ട് എന്ത്, XL, XXL, XXL വരുന്നത്. 60 സൈസ് ആണെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ട് എന്ത്, XL, XXL, XXL. മറിച്ച് ജംബോ സൈസിൻ്റെ നൈറ്റിയിൽ സൈസ് പറയുന്നില്ല, ജംബോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് വീതി കൂടുതലുള്ള ബിറ്റ് അല്ലെങ്കിൽ വീതി കൂടുതലുള്ള നൈറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സൈസ് എന്താണ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല. മനസ്സിലായി? ഇപ്പോൾ ഇത് നൈറ്റിയിൽ നമ്മൾക്ക് അവർ പറയുന്നുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇന്നതാണ് ഇത്ര ഹൈറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മേടിക്കുന്നത് മാത്രം. ഇതിൻ്റെ മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നൈറ്റി ആയതുകൊണ്ട്, അതായത് ഫുൾ ഹൈറ്റ് നീളമുള്ള ഡ്രസ്സ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ നീളം അവരെന്നല്ല നമ്മൾ കേൾവിപ്പെട്ടു പോയത്. എന്ത് 56 സൈസ് 60 സൈസ് എന്നുള്ളത്. അത് നമ്മുടെ ഫുൾ ഹൈറ്റിന് 60 സൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡർ മുതൽ നമ്മുടെ ഞെരിയാണി വരെ അല്ലെങ്കിൽ ഫ്ലോർ വരെയുള്ള ഫുൾ ഹൈറ്റിനാണ് അത് പറയുന്നത്. മറിച്ച് എന്താ പറയുക, ഒരു ഫ്രോക്ക്, കുട്ടികളുടെ ഒരു ഫ്രോക്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു ഫ്രോക്കിലൊക്കെ ഈ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഫുൾ ഹൈറ്റാണോ പറയുന്നത്? അല്ല, അവരുടെ സൈസാണ് പറയുന്നത് അല്ലേ? ഒരു വയസ്സായ കുട്ടിയുടെ ഒരു സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 20 സൈസ് അല്ലെങ്കിൽ 2 വയസ്സായ 22 സൈസിലുള്ളൊരു ഫ്രോക്ക്, ആ ഫ്രോക്ക് ആ കുട്ടിയുടെ ഫുൾ ഗൗണ് പോലെ കിടക്കുന്നില്ല. ഇനിയിപ്പോൾ ഫുൾ ഗൗണ് പോലെ കിടക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ സൈസിലവിടെ വ്യത്യാസം വരുന്നില്ല. 22 സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 22 സൈസ് തന്നെയാണ്. ആ കുട്ടിയുടെ നെഞ്ചിൻ്റെ അളവാണ്, നെഞ്ചിൻ്റെ ചുറ്റളവാണ് പറയുന്നത് 22 അല്ലെങ്കിൽ 20 എന്ന് പറയുന്നത്. ആ നീളമല്ല അതിൻ്റെ ഫുൾ ഹൈറ്റ്. ഒരു കുട്ടിക്കൊരു ഗൗൺ, ഇപ്പോൾ നൈറ്റിയുടെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഷോൾഡർ മുതൽ എല്ലാരെയും മ്യൂട്ട് അടിച്ചാൽ ഓക്കെ. നൈറ്റിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡർ മുതൽ ഫുൾ ഹൈറ്റ് ഫ്ലോർ വരെയുള്ള ലെങ്ത് ആണ് അല്ലേ? അപ്പോൾ നമുക്കത് 56 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. മറിച്ച് നമ്മൾ തന്നെ ഒരു ചുരിദാറാണ് നമ്മൾ സെലക്ട് ചെയ്ത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ചുരിദാർ മേടിക്കാൻ വേണ്ടി പോയി കൊടുത്ത് നമ്മൾ പറയോ അതിൻ്റെ ഹൈറ്റ് 56 ആണ്, 56 സൈസിൽ എനിക്കൊരു ചുരിദാർ വേണം നമ്മൾ പോയിട്ട് പറയോ? നൈറ്റിക്ക് മാത്രമാണ് അതിൻ്റെ ഒരു 56, 60 എന്നുള്ള സൈസ് വരുന്നത് അല്ലേ? ഇപ്പോൾ ഒരു കുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു വയസ്സായ കുട്ടിക്ക് അല്ലെങ്കിൽ 2 വയസ്സായ കുട്ടിക്ക് ഒരു 20 സൈസ് അല്ലെങ്കിൽ 22 സൈസാണ് അവരുടെ ഡ്രസ്സ്. എല്ലാ ഡ്രസ്സും ഇപ്പോൾ ഷർട്ടാണെങ്കിലും ബാബാ സൂട്ടാണെങ്കിലും എല്ലാത്തിലും ആ കുട്ടിയുടെ 22 സൈസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഒരു സൈസ് എന്ന് പറയുമ്പോൾ 22 എന്നുള്ള രീതിയിലായിരിക്കും നമ്മളും പോയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഗൗണാണ് വേണ്ടത്. ഗൗണും മാക്സും തമ്മിൽ എന്താ? കേൾക്കുന്നുണ്ടോടാ? ഹലോ, ഓക്കെ. അപ്പോൾ നമ്മുടെ കുട്ടിയുടെ ഒരു സൈസ് 20 അല്ലെങ്കിൽ 22 ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നേരിട്ടിട്ട് പോയിട്ട് ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഗൗണാണ്. ഗൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അര വരെ ഉള്ളത് അല്ലെങ്കിൽ മുട്ടുകാലിൻ്റെ താഴേക്കുള്ളതൊക്കെ ഫ്രോക്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. പേന ആ റൂമിലുണ്ട്. ഫ്രോക്ക് ഐറ്റംസിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ മുട്ട് വരെ ഉള്ളതൊക്കെ? ഓക്കെ. മറിച്ച് ഗൗൺ ആണെങ്കിലോ, ഗൗൺ ഫ്രോക്ക് ഐറ്റംസിൽ പറഞ്ഞല്ലോ ഫുള്ള് നമ്മുടെ നൈറ്റി പോലെ ഫുള്ളാണ്. ഷോൾഡർ മുതൽ നമ്മുടെ ഞെരിയാണി വരെ അല്ലെങ്കിൽ ഫ്ലോർ വരെ ഫുള്ളായിട്ട് കിടക്കുന്നതാണ് ഗൗണ് അല്ലേ? അപ്പോൾ ഗൗണും നൈറ്റും തമ്മിൽ ഏകദേശം ഹൈറ്റ് കൊണ്ട് ഒന്നാണ്. നമ്മളിപ്പോൾ നൈറ്റ് ഇടുന്നതും ഫുള്ള് നീളത്തിലാണ്, ഗൗൺ ഇടുകയാണെങ്കിൽ ഫുള്ള് നീളത്തിലാണ്. അപ്പോൾ ഈ കുട്ടിയുടെ സൈസിൻ്റെ തട്ട ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ സൈസ് 22 ആണ്. ഇതേ 22 നമ്മൾ എവിടെ പോയിട്ട് പറയുന്നത്? ഷോപ്പിൽ പോയിട്ടും പറയുന്നത് 22 സൈസിൽ ഒരു ഗൗണ്. 22 സൈസിലൊരു ഗൗൺ എന്ന് വെച്ചാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. 1 2 വയസ്സായ കുട്ടിയുടെ ഒരു അളവാണ് അതെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ട് അവർ സാധനം എടുത്തു തരുന്നുണ്ട്. മറിച്ച് നമുക്ക് ഒരു ഗൗണാണ് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിന് നമ്മളൊരു ഗൗൺ വാങ്ങിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ സൈസാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക അല്ലേ? ഇത്ര സൈസിൽ 40 സൈസിൽ അല്ലെങ്കിൽ 42 സൈസിൽ ഗൗൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആ ഫ്രണ്ടിൻ്റെ ഫുൾ ഹൈറ്റ് 56 സൈസിൽ അല്ലെങ്കിൽ 60 സൈസിൽ എന്ന് പറയും. മറിച്ച് നൈറ്റിക്ക് മാത്രമേ അങ്ങനെ പറയുന്നുള്ളൂ. 56ൻ്റെ നൈറ്റ് 60ൻ്റെ നൈറ്റ് എന്ന് ആ ഒരു രീതിയിൽ പറയുന്നുള്ളൂ അല്ലേ? അല്ലെങ്കിൽ വേറൊരു അളവുണ്ട്. ഇപ്പോൾ ഗൗൺ മേടിക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ XL അളവിൽ അല്ലെങ്കിൽ XXLൻ്റെ ഗൗണ് അല്ലെങ്കിൽ XXLൻ്റെ ഗൗൺ എന്നുള്ള രീതിയിലാണ് നമ്മൾ മേടിക്കുന്നത്. മറിച്ച് നൈറ്റിക്ക് അങ്ങനെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായതിൽ നിന്ന്? മാക്സിക്ക് ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? അങ്ങനെയാണോ? മാക്സിയുടെ സൈസ് എന്ന് പറയുന്നത് അത് നമ്മുടെ ചുറ്റളവിനെ ബാധിക്കുന്നതല്ലേ? ഇത് നെഞ്ചിന്റെ വണ്ണത്തിന്റെ സൈസ് അല്ല പറയുന്നത്, നീളത്തിനാണ് പറയുന്നത്. 56 എന്നും 60 എന്നും എന്നുള്ളത്.
ഓക്കെ, അത് രണ്ടെണ്ണം. 60 എന്ന് പറയുന്നത് 50ൻ്റെ സൈസ് ഉള്ളതുണ്ട്, 52, 54, 56, 60, 5 ഈ ജംബോ സൈസിലേക്ക് മാറുമ്പോഴോ അവിടെ ഹൈറ്റും വെയിറ്റും ഒന്നും അതിൽ കണക്കിൽ പെടുത്തുന്നില്ല. ജംബോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് തടി കൂടുതലുള്ളവർക്കുള്ള ഒരു ബിറ്റാണ് അത്, അല്ലെങ്കിൽ നൈറ്റി ആണ് അത് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പക്ഷെ അതൊക്കെ മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തുമ്പി നമുക്ക് കിട്ടണ്ടേ. ഇപ്പോൾ ജംബോ സൈസുള്ള ഒരു നൈറ്റി എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ ഇതൊരു ജംബോ സൈസുള്ള നൈറ്റി ആണെന്ന് കരുതാം. നൈറ്റിയുടെ ബിറ്റാണെന്ന് കരുതാം. ഈ ജംബോ സൈസുള്ള നൈറ്റിയുടെ ബിറ്റിന് അവരുടെ ചെസ്റ്റിൻ്റെ വണ്ണം ഞാൻ എത്രയാണ് എടുത്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് എന്തെങ്കിലും ഒരു ഹിന്റ് എനിക്ക് കിട്ടണ്ടേ. എന്നാലല്ലേ എനിക്ക് ചെറിയൊരു ഹിന്റ് എനിക്ക് കിട്ടിയാൽ, ഏതെങ്കിലും ഒരു ഹിന്റ് എനിക്ക് കിട്ടിയെങ്കിലാണ് അതിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത്, നെക്കിൻ്റെ വിടുത്ത്, ഷോൾഡറിൻ്റെ സ്ലോപ്പ്, ആം ഹോള്, സ്ലീവിൻ്റെ ലെങ്ത്ത് എന്നിങ്ങനെ എല്ലാ ഭാഗങ്ങളും ഏതെങ്കിലും ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് അതുകൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശരിയല്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിതിന്റെ മുന്നേ നൈറ്റിയുടെ ക്ലാസ്, നൈറ്റി ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന നൈറ്റി ക്ലാസ് പഠിച്ചിറങ്ങിയവരാണ് അല്ലേ. അതുകൊണ്ട് ബാക്കിയുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്ന ക്ലാസ്സുകൾ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയാം. ഓക്കെ, നമ്മളിതിൻ്റെ മുന്നേ നോർമൽ നൈറ്റി പഠിച്ച ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ത്, നമ്മുടെ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് നമ്മളൊരു നൈറ്റി തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം നമുക്കൊരു 32 കിട്ടിയത് എങ്കിൽ, ശ്രദ്ധിക്കുക, 32 പറയണില്ല, എളുപ്പമുള്ളത് പറയാം, 34 കിട്ടിയത് എന്നല്ല. ചെസ്റ്റിൻ്റെ വണ്ണത്തിൻ്റെ മാത്രം കേട്ടോ, ബാക്കിയുള്ളതൊന്നല്ല. ചെസ്റ്റിൻ്റെ വണ്ണം 34 അളന്നെടുത്തപ്പോൾ കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്ര ഇഞ്ചാണ് നമ്മൾ ലൂസ് അളവ് ആഡ് ചെയ്ത് കൊടുക്കുക? 5, 6, 34 പ്ലസ് 6. നൈറ്റിക്ക് ലൂസ് അളവ് 6 ഇഞ്ചാണ് നമ്മൾ നൈറ്റിക്ക് ലൂസ് അളവായിട്ട് ഇട്ട് കൊടുക്കുക അല്ലെ. 34 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റിന്റെ വണ്ണം കിട്ടിയതെങ്കിൽ അതിലേക്ക് 6 ഇഞ്ചാണ് ലൂസ് അളവ് ഇട്ട് കൊടുക്കുക. അപ്പൊ അതിന്റെ മൊത്തം സൈസ് എത്രയായി? ചെസ്റ്റിന്റെ മൊത്തം സൈസ് എത്രയായി? 40 ആയി. സൈസ് അവിടെ 40 കിട്ടി. ഓക്കെ, അത് 34 ഇഞ്ച് വണ്ണം കിട്ടിയതാട്ടോ. അതന്നെ 30 ഇഞ്ചാണ് വണ്ണം കിട്ടിയത് എന്നുണ്ടെങ്കിലോ, നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളാണ്, ഹൈറ്റും വെയിറ്റും ഒക്കെ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിലാണ് ചെസ്റ്റിന്റെ വണ്ണൊക്കെ 30 ഇഞ്ചൊക്കെ കിട്ടില്ല, നല്ല മെലിഞ്ഞവർക്ക്. അപ്പൊ നമുക്ക് നോക്കാം, അതൊന്ന് മേടിക്കോ. 30 ഇഞ്ചാണ് നമുക്ക് നീളം കിട്ടിയത് വണ്ണം കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്ര ഇഞ്ചാണ് ആഡ് ചെയ്ത് കൊടുക്കുക? 6 ഇഞ്ച് തന്നെയാണ്. ചെസ്റ്റിന്റെ വണ്ണം എത്ര കിട്ടിക്കഴിഞ്ഞാലും അതിലേക്ക് 6 ഇഞ്ചാണ് നമ്മൾ ലൂസ് അളവ് ഇട്ട് കൊടുക്കുക, നമുക്കറിയാം. അപ്പോൾ ഇതിലേക്കും 6 ഇഞ്ച് തന്നെയാണ് ലൂസ് അളവ് ഇട്ട് കൊടുക്കുന്നത് അല്ലെ. 30 ആണെങ്കിലും 6 ഇഞ്ച് തന്നെയാണ് ലൂസ് അളവ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര ഇഞ്ച് കിട്ടി? സൈസ് എത്ര കിട്ടി? 36 കിട്ടി അല്ലേ. ഈ 36 കിട്ടിയതെന്നുണ്ടെങ്കിലും 40 കിട്ടിയതെന്നുണ്ടെങ്കിലും അതിന്റെ 4 ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. എവിടുന്ന് നമ്മൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൈറ്റിയുടെ ഒരു ഭാഗത്തുണ്ട്, നമ്മൾ ഇവിടെ നിന്ന് അകലം മാർക്ക് ചെയ്യും, ഷോൾഡർ മാർക്ക് ചെയ്യും, ആംഹോൾ മാർക്ക് ചെയ്യും, ചെസ്റ്റിന്റെ വണ്ണം മാർക്ക് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുക അല്ലേ. അപ്പോൾ 40 കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര എടുക്കും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 എടുക്കും. ബോഡിമേലെ ഉള്ള അളവിട്ട് കാര്യമായിട്ടോ പറയണത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 10 എടുക്കും. അപ്പോൾ നല്ല മെലിഞ്ഞ ആളാണെങ്കിൽ 30 സൈസ് ബെഞ്ചിന്റെ വണ്ണം കിട്ടിയതെങ്കിൽ 36 ടോട്ടലായിട്ട് കിട്ടാം. ആ 36ന്റെ പകുതിയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും പകുതിയല്ല, 4 ഭാഗം. 36ന്റെ 4 ഭാഗമാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ മാർക്ക് ചെയ്യുക അല്ലെ. 36ന്റെ 4 ഭാഗം എത്രയാണ്? 9 അല്ലേ. അപ്പോൾ ഏറ്റവും കുറഞ്ഞതായിരിക്കും, നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ സൈസാണ് ഈ 30 സൈസ് എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാം? നമ്മൾ ബ്രാ സൈസ് ഒക്കെ എടുത്താൽ തന്നെ ഏറ്റവും കുറഞ്ഞ 28, 30 എന്നുള്ള രീതിയിൽ ഏറ്റവും കുറഞ്ഞത് വരുന്നത്. പക്ഷെ അതേ അളവ് തന്നെയാണ് എന്ത് വരുന്നതും കുട്ടികളിൽ ഡ്രസ്സ് എടുക്കുന്ന സമയത്തും ഈ 28 സൈസ്, 30 സൈസ്, 32, 36, 56 എന്നുള്ള സൈസ് കുട്ടികൾക്കും വരുന്നുണ്ട്. ഇവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത്. ഇതിലിപ്പോൾ വലിയവരുടെ സൈസ് ഏതാണ്, ചെറിയവരുടെ സൈസ് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നൊരു കാര്യമാണ് ആ ഒരു ഭാഗം അല്ലേ. ചെസ്റ്റിന്റെ ആ ഒരു ഭാഗം വരുമ്പോൾ, മറിച്ച് 10 വയസ്സിന്റെ താഴേക്കുള്ള അളവുകളിലൊന്നും നമുക്ക് കൺഫ്യൂഷൻ വരില്ല. നല്ല ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. 10 വയസ്സിൻ്റെ 8 വയസ്സിൻ്റെ ഒക്കെ താഴേക്ക് വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് അളവ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിൻ്റെ മേലേക്ക് വരുന്ന കുട്ടികൾ ഇപ്പോൾ 10 വയസ്സ്, 11 വയസ്സ്, 12 വയസ്സായ കുട്ടികളിലുള്ള ചെസ്റ്റിൻ്റെ വണ്ണം വരുന്ന അതേ വണ്ണം തന്നെയാണ് 30 വയസ്സായതും 40 വയസ്സായ ആളുകൾക്കും വരുന്നത്, മെലിഞ്ഞ ആളുകൾക്ക്. സൗണ്ട് ബ്ലർ ആവണല്ലോ. എന്താടാ സൗണ്ട് ക്ലിയർ ആവണില്ല? എല്ലാവർക്കും ഉണ്ടോ? പറഞ്ഞു വരുമ്പോഴേക്ക് അത് കട്ടാവുക ആണോ? ഞാൻ മെല്ലെ പറയാം, സ്ലോ ആയിട്ട് പറയാം.
അയ്യോ ആ ഫ്ലോ അങ്ങോട്ട് പോയി കിട്ടിയില്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, സീറ്റ് റൗണ്ടിന്റെ ഒക്കെ കൂടെ അറേഞ്ച് തന്നെയാണോ ലൂസ് കൂട്ടിയെടുക്കുന്നത്? അത് ബോഡിയിൽ നിന്ന് അളവെടുക്കുമ്പോഴാണ്. ഇവിടെ റെഡിമെയ്ഡ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിലേക്ക് നമ്മൾ അങ്ങനെ ഇപ്പോൾ ഞാൻ ബോഡിയിൽ നിന്ന് അളവെടുത്തതിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കണം. നമുക്ക് അളവ് സ്റ്റാർട്ട് ചെയ്യുന്നത്, നൈറ്റിയുടെ അളവ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, റെഡിമെയ്ഡ് അളവുകളിൽ വരുന്ന സ്റ്റാർട്ടിങ് അളവുകൾ എന്താണ്, എവിടെ നിന്നാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വരികയാണ് ഞാൻ. അപ്പോൾ ശ്രദ്ധിക്കുക, പറഞ്ഞു വന്ന ഫ്ലോർ പോയി കിട്ടി. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ നൈറ്റിക്ക് 50 സൈസ് മുതൽ അളവുകൾ വരുന്നുണ്ട്. എങ്ങനെ? 50, 52, 54, 56, പിന്നെ വരുന്നത് ഏതാണ്? 58 എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ 60, അത് കഴിഞ്ഞാലാണ് പിന്നെ ജംബോ സൈസ് വരുന്നത് അല്ലേ. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇറങ്ങുന്ന നൈറ്റിയാണ് 56ന്റെ സൈസ്. വളരെ ചുരുക്കം ഇറങ്ങുന്നതാണ്. അതായത് വളരെ നമുക്ക് ചിലപ്പോൾ ഷോപ്പിൽ കയറി നമുക്ക് ആ സാധനം കിട്ടൂല. ആ സൈസിൽ ഇറങ്ങുന്നതാണ് 50 സൈസ് അല്ലെങ്കിൽ 52 സൈസ്. നമുക്ക് ആ സൈസിൽ കിട്ടാൻ ചാൻസ് കുറവാണ്. റയർ ആയിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ 58 സൈസുള്ളവരുണ്ട്. 58 സൈസുള്ളതും കിട്ടൂല, അങ്ങനെ നൈറ്റ് ആയിട്ട് കിട്ടൂല. അവരിടുന്നത് ഏതാ? 60 സൈസിൻ്റെ നൈറ്റ് തന്നെയാണ് അവർ വാങ്ങിക്കുന്നത്. ജസ്റ്റ് ഒന്ന് മടക്കി തയ്ക്കുന്നത് മാത്രമല്ല, അവർ 58 സൈസിലേക്ക് ആവാൻ. അല്ലാതെ 58ന്റെ സൈസാണെന്നുള്ള രീതിയിൽ നമുക്ക് നൈറ്റ് അങ്ങനെ കിട്ടൂല. 54ൻ്റെതും ഇതന്നെയാണ് കേസ്, 52ൻ്റെതും ഇതന്നെയാണ് കേസ്. ഞാനിവിടെ ആക്കാം. ഓക്കെ, അപ്പോൾ 58ൻ്റെതാവട്ടെ, 54ൻ്റെതാവട്ടെ, 52ൻ്റെതാവട്ടെ 50 കിട്ടാൻ ചാൻസ് ഉണ്ട്, കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സൈസ്, അതായത് 58, 54, 52 എന്നുള്ള ഈ സൈസുകൾ കിട്ടാൻ ചാൻസ് ഇല്ലാതല്ല, അങ്ങനെയുള്ളതില്ല. കാരണം 56 എന്നുള്ള സൈസിൽ ഇറങ്ങുന്ന നൈറ്റ് തന്നെയാണ് 54ൻ്റെ ആളുകൾ യൂസ് ചെയ്യുന്നത്, 52ൻ്റെ ആളുകൾ യൂസ് ചെയ്യുന്നത്. ചിലത് 50ൻ്റെ സൈസ്, 50 ഹൈറ്റുള്ള ആളുകളുണ്ടല്ലോ, അവരും അതിനാണ് സൈഡൊക്കെ വെട്ടി ഷോൾഡറൊക്കെ ജോയിൻ ആക്കി താഴെ നിന്നും കരൊക്കെ മടക്കി അടിച്ചിട്ട് അവരും അതിനാണ് ഭൂരിഭാഗം ആളുകൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ ചിലർക്ക് മാത്രമായിട്ട് നമുക്ക് 50 സൈസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ 50 സൈസ് അത് കിട്ടുന്നുണ്ട്. മറിച്ച് 52 സൈസ് ഉണ്ടോ 54 സൈസ് എന്ന് പറഞ്ഞിട്ട് ക്ലോത്തും ഇറങ്ങുന്നില്ല, അതിൻ്റെ ക്ലോത്തും ഇറങ്ങുന്നില്ല, നൈറ്റും അങ്ങനെ കിട്ടാറില്ല. അവർ 56ൻ്റെ സൈസ് തന്നെയാണ് അവർ എടുക്കുന്നത്. ഓക്കെ, 60ൻ്റെ സൈസ് 56 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 60ൻ്റെ സൈസ്. 60 സൈസിൻ്റെ ബിറ്റും ഇറങ്ങുന്നുണ്ട്, നൈറ്റും ഇറങ്ങുന്നുണ്ട്. ഈ 60 സൈസിൻ്റെ നൈറ്റ് എടുത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? 58ൻ്റെ ആളുകൾ യൂസ് ചെയ്യുന്നത്. മറിച്ച് 60 സൈസിൻ്റെ നൈറ്റ് എടുത്തിട്ട് 56ൻ്റെ ആളുകൾ എടുക്കുന്നില്ല. 60ൻ്റെ ഹൈറ്റ് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ 60 സൈസ് ആണെന്നുണ്ടെങ്കിൽ 56 സൈസുള്ളവർ 56ൻ്റെ തന്നെയാണ് മേടിക്കുന്നത്. അതായത് 60ൻ്റെ സൈസ് പോയിട്ട് മേടിക്കുന്നത്. പിന്നെ ഇഷ്ടപ്പെട്ട് മേടിക്കുന്നുണ്ട്. അതങ്ങനെ കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ സൈസ് ഓവർ ആണെന്നുള്ളത് നോക്കാതെ മേടിക്കുന്നുണ്ട്. അത് വേറെ, നമ്മൾക്ക് അങ്ങനെ ആണല്ലോ അല്ലേ. നമുക്ക് കളർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ വർക്കാനൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നത്. അത് വേറെ. ഇതങ്ങനെയല്ല, 60 സൈസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ 56ൻ്റെ കിട്ടാറുണ്ടല്ലോ, പിന്നെ എന്തിനിപ്പോൾ 60ൻ്റെ മേടിച്ചിട്ട് ഞാൻ ചെറുതാക്കി കളിക്കുന്നത് എന്നുള്ളത്. മാത്രമല്ല 60 സൈസിൻ്റെ ഇത്തിരി റേറ്റ് കൂടുതലുമാണ്. ഇത് രണ്ടും നമ്മൾ നോക്കിയിട്ടേ പിന്നെ അത് മേടിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 60 സൈസിൻ്റെത് ആർക്ക് യൂസ് ചെയ്യുന്നുണ്ട്? 58ൻ്റെ ആളുകൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിൻ്റെ മേലേക്കുള്ള ആളുകൾ അത് മേടിക്കാൻ നിൽക്കില്ല. മറിച്ച് 56ൻ്റെ സൈസ് വാങ്ങിച്ചിട്ട് 54, 52, 50 എന്നുള്ളവർ മേടിക്കുന്നുണ്ട്. ഇപ്പം അതുപോലെ 50 സൈസുള്ള നൈറ്റ് ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞ നൈറ്റ് ഉണ്ട്. അതങ്ങനെ കൂടുതൽ ആളുകൾ ആരും വാങ്ങിക്കാനും നിൽക്കില്ല. പക്ഷെ അതിൻ്റെ കേട്ടുകളും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇപ്പം തന്നെ പറഞ്ഞില്ല, ജംബോ സൈസിൻ്റെ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞില്ലേ. ഒരു പക്ഷെ അങ്ങനെ അറിയാത്തത് കൊണ്ടും ആയിരിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ജംബോ സൈസാണ്. ജംബോ സൈസിൽ വന്നിട്ട് ജംബോ സൈസിലുണ്ട് ഏത്? XL, XXL, XXL. ഏറ്റവും കൂടുതൽ തടിയുള്ളവരാണ് ജംബോ സൈസ് നൈറ്റിയിലേക്ക് മാറുന്നത്. അതായത് ചെസ്റ്റിൻ്റെ വണ്ണം 50ൻ്റെ മേലേക്ക് കടക്കുമ്പോൾ, നമ്മുടെ നൈറ്റിയിൽ നിന്നും 50ൻ്റെ മേലേക്ക് കടക്കുമ്പോഴാണ് ജംബോയിലേക്ക് മാറുന്നത്. ജംബോയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിലും ഉണ്ട് എന്ത്? അതിനേക്കാൾ വണ്ണം കൂടിയത് 50, 52, 54, 56 എന്നൊക്കെയുള്ള രീതിയിൽ 60 എന്നുള്ള ലെവലിലൊക്കെ പോകുന്നതുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 40, 36 എന്നതിൽ നമ്മളിപ്പോൾ 2 കണക്ക് പറഞ്ഞല്ലോ. ചെസ്റ്റിൻ്റെ വണ്ണം 34 കിട്ടിയവരുടെ അളവും ചെസ്റ്റിൻ്റെ വണ്ണം 30 കിട്ടിയവരുടെ അളവും ജസ്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. ശരിയാണ് കേട്ടോ, പറഞ്ഞല്ലോ. അത് വെച്ചിട്ട് നമ്മുടെ ഏറ്റവും ചെറിയ സൈസ് ഏതാ, ഏറ്റവും വലിയ സൈസ് ഏതാ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും നമുക്ക്. ഇതൊന്നും കഴിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 56ൻ്റെ സൈസിലെ ഏറ്റവും ലാർജ് അളവ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് 42 സൈസിലാണ്. അതായത് 42 ചുറ്റളവിൽ. എവിടെ? നെഞ്ചിൻ്റെ ചുറ്റളവ് 42 സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പോൾ ഈ 42 നെഞ്ചിൻ്റെ ചുറ്റളവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ സൈസ് എത്രയായിരിക്കും? ഒന്ന് പറഞ്ഞേ. ഹലോ,
ആ പറഞ്ഞോ. ഹലോ ആടാ ക്ലാസ് എന്താണ് ക്ലാസ് ക്ലാസ്സിൽ ഇപ്പൊ വന്നോളൂ ഒരു പിരിയിൽ എന്താണ് എന്തിന്റെ ക്ലാസ് കാണാൻ വെച്ചത്? എന്തിന്റെ ക്ലാസ് ആണ്? നൈറ്റിയുടെ റെഡിമെയ്ഡ് അളവുകൾ ഇത് തുടങ്ങിയിട്ട് നൈറ്റിയുടെ കഴിഞ്ഞിട്ട് എടുത്തരാം. എന്താടാ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ? ഇപ്പൊ കഴിയും, 2 മിനിറ്റുള്ള കഴിയാൻ. കഴിഞ്ഞോ? ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സാ? ആ ഫസ്റ്റ് ക്ലാസ്സാണ്, നൈറ്റിയുടെ ഫസ്റ്റ് ക്ലാസ്സാണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കാം. 42 നമ്മുടെ സ്റ്റാർട്ടിങ്. 56 സൈസിന്റെ ചെസ്റ്റിന്റെ വണ്ണം 42 നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ അവരുടെ ചെസ്റ്റിന്റെ വണ്ണം എത്ര ആയിരിക്കും? സ്റ്റാർട്ടിങ്ങിന്റെ ചെസ്റ്റ് വണ്ണം എത്ര ആയിരിക്കും? അല്ലെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്യുന്ന അളവ് ഇപ്പോൾ 10. അപ്പോൾ 42 ആകുമ്പോൾ 10.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്താൽ തന്നെയല്ലോ ശരിയാവുള്ളൂ അല്ലേ? നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ. നമ്മൾ നെക്കൊക്കെ ഇവിടുന്ന് നെക്ക് എടുത്തു, ഷോൾഡർ എടുത്തു, ആം ഹോൾ എടുത്തു. ഈ ഒരു ഭാഗത്താണ് നമ്മൾ ചെസ്റ്റിന്റെ വണ്ണം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാർക്ക് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10.5 കിട്ടിക്കഴിഞ്ഞാൽ 4 ഭാഗത്തേക്ക് ഒരേപോലെ 10 വരുമല്ലോ. 10 × 4 വന്നു കഴിഞ്ഞാൽ 42 സൈസ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ 42 സൈസാണ് ലാർജ് അളവ്. ലാർജ് എന്നുള്ളത് പിന്നെ ഏതിലേക്കാണ് മാറുന്നത്? XL, അത് കഴിഞ്ഞാൽ XXL, അത് കഴിഞ്ഞാൽ XXL, ഇതിലേക്കാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ 56-ൽ തന്നെ ഏറ്റവും ചെറിയ അളവാണ് ഈ 42 എന്നുള്ളത്. ഈ 42 എന്നുള്ള അളവ് ഏത് സൈസുള്ള, അതായത് നെഞ്ചളവ് ഏത് സൈസ് വരെയുള്ള ആളുകൾക്ക് കൊള്ളും? നമ്മൾ 2 അളവ് നേരത്തെ പഠിച്ചു, 34-ൻ്റെതും 30. അത് പറഞ്ഞു എത്രയാണ്? 36 ഉള്ളവർക്കാണ് സ്റ്റാർട്ടിങ് അളവായിട്ട് 56 സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ എങ്ങനെ മനസ്സിലായി? 56 പറഞ്ഞ ആൾക്ക് എങ്ങനെ മനസ്സിലായി? അതന്നെ സംഭവം, അതന്നെ അതന്നെയാണ്. അതായത് 56 സൈസ് മൈക്കൊന്നല്ലോ, 56 എന്നുള്ള സൈസ് ഓക്കെ, 56 എന്നുള്ള സൈസിന്റെ ലാർജായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36 ചെസ്റ്റിന്റെ വണ്ണം ഉള്ള ആളുകൾക്കാണ് 56 സൈസിന്റെ ലാർജ് അളവ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ചെറിയ സൈസായിട്ട് 56-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന അളവ് തന്നെ 36 ഇഞ്ചോളം വണ്ണമുള്ള, അതായത് ചെസ്റ്റിന്റെ വണ്ണം 36 ഇഞ്ചോളം വണ്ണമുള്ളവർക്കാണ് 56 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 36-ൻ്റെ കൂടെ 6 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 42 ആണ്. ആ 42 നമ്മുടെ 56 സൈസിന്റെ ലാർജ് അളവ്. ഏത്? ലാർജ്. ആ ലാർജിൽ നിന്നും XL-ലേക്ക് മാറുമ്പോഴോ 2 ഇഞ്ച് കൂടി കൂടും. എല്ലാത്തിലും 2 ഇഞ്ച്. നമുക്കറിയാം സൈസ് അളവ് എല്ലാത്തിലും 2 ഇഞ്ച് വീതമാണ് കൂടുന്നത്. കുട്ടികൾക്കടക്കം അങ്ങനെയാണ് അല്ലേ? 20 കഴിഞ്ഞാൽ 22, 22 കഴിഞ്ഞാൽ 24, 24 കഴിഞ്ഞാൽ 26, 28, 30, 32, 40, 42. നമ്മുടെ ബ്രാഡ് അളവ് പോലും അങ്ങനെയാണ്. എങ്ങനെ? 30 കഴിഞ്ഞാൽ 32, 34, 36 എന്നുള്ള രീതിയിലാണ് ബ്രാഡ് സൈസ് പോലും 2 ഇഞ്ച് വീതമാണ് കൂടുന്നത്. സൈസ് കൂടുന്ന 2 ഇഞ്ച് വീട് നമ്മൾ കൂടുന്നത് അല്ലേ? നമുക്കതിൽ 36 കഴിഞ്ഞാൽ എനിക്ക് 38 സൈസ് ഇല്ല, എന്നാലും 37 മതി എന്ന് പറഞ്ഞിട്ട് ബ്രാ പോലും നമുക്ക് എന്ത് കിട്ടൂല? ഒറ്റ സംഖ്യയിൽ കിട്ടൂല. 37 സൈസിന്റെ ബ്രാ അല്ലെങ്കിൽ 35 സൈസിന്റെ ബ്രാ അല്ലെങ്കിൽ 31 സൈസിന്റെ ബ്രാ എന്നിട്ട് കിട്ടൂല. നമുക്ക് എല്ലാതും ഇരട്ട സംഖ്യയിലാണ് കിട്ടുന്നത്. അത് നമ്മുടെ സൈസ് മൊത്തം അങ്ങനെയാണ്, എല്ലാവർക്കും അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 56-ലെ ഏറ്റവും സൈസ് കുറഞ്ഞത് 42 വരുന്നത്. അതിൽ നമ്മൾ 10.5 മാർക്ക് ചെയ്യേണ്ടത് എങ്കിൽ അതിൽ തൊട്ടടുത്ത അളവാണ്, അതായത് തൊട്ടടുത്ത് കൂടിയിട്ടുള്ള അളവാണ് XL. 56-ൽ തന്നെ XL. അപ്പോൾ അത് എത്ര ആയിരിക്കും? 42-നേക്കാൾ 2 ഇഞ്ച് കൂടും. ആ 2 ഇഞ്ച് കൂടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 44 കിട്ടും. അപ്പോൾ 44 വരുമ്പോൾ നമ്മൾ ഇവിടുന്ന് എത്രയാണ് മാർക്ക് ചെയ്യുക? 10.5 എന്നുള്ളത് 11 ആവും. ഓക്കെ, 10.5 എന്നുള്ളത് 11 ആവും. അത് XL. അപ്പോൾ XXL ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 56 XXL ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 11 എന്നുള്ളത് 11.5 ആവും. 11.5 ആവും XXL. ഈ 56-ൽ തന്നെ XXL ആണ് വേണ്ടത് എന്നുണ്ടെങ്കിലോ 12 ആവും. 12-ൽ അവിടെ സ്റ്റോപ്പ് XXL ആണത്. അതിനേക്കാൾ പിന്നെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ 56-ൻ്റെ ബിറ്റ് കൊണ്ട് നടക്കൂല, നമ്മൾ വേഗം ജംബോ സൈസിലേക്ക് മാറണം. XXL വരെ നമുക്ക് ഇതിൽ ഓക്കെയാണ്. അതിൻ്റെ മേലേക്ക് ക്ലോത്ത് വണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നടക്കൂല, വേഗം ഏതിലേക്ക് മാറണം? ജംബോ ബിറ്റിലേക്ക് മാറണം. ഏകദേശം കണക്ക് കിട്ടി? 56-ൻ്റെ ഏകദേശം ഒരു കണക്കായിട്ട് കിട്ടിയോ? അപ്പൊ ഇതിലൊക്കെ കയ്യും 3/4 കിട്ടുമോ? അങ്ങനത്തെ ക്ലോത്ത് ഒക്കെ എടുക്കുകയാണെങ്കിൽ കിട്ടും.
കിട്ടും. അതായത് ഞാൻ പറഞ്ഞു 17 ഇഞ്ചോളം ഉണ്ടാവും ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള വീതി 17 ഇഞ്ചോളം ഉണ്ടാവും. ഈ 17ൽ നിന്ന് 12 ഇഞ്ചോളം നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം, ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്യണം 12 ഇഞ്ചോളം. അപ്പോൾ ഈ 17ൽ നിന്ന് 12 പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ജോയിൻ പീസ് ആയിട്ട് എത്ര ഇഞ്ചാണ് കിട്ടുക? 12 എന്നുള്ളത് 12.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. 12.5 മാർക്ക് ചെയ്താൽ തന്നെ ബാക്കി ഇവിടെ നിങ്ങൾക്ക് സ്ലീവിന് ജോയിൻ പീസ് ആയിട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് എത്ര ഇഞ്ച് കിട്ടും? 5 ഇഞ്ച് കിട്ടും. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത ബാക്കി ഭാഗമാണ് നമ്മളിവിടുന്ന് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത്. ആ ലെങ്ത്തിലേക്ക് 2 പീസായിട്ട് ഇതേപോലെ 5 5 എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കിട്ടില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇനിയിപ്പോൾ 5 3 എന്നുള്ള ലെവലിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇവിടുന്ന് ലെങ്ത്ത് 3/4 ലെങ്ത്ത് കിട്ടുകയാണ്. ക്ലിയർ ആണോ? എന്തായാലും ഇന്നത്തെ ടൈം ഔട്ട് ഇപ്പോൾ ആവും. ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ പറഞ്ഞുതരാം. ഈ ഒരു ട്രാക്കിൽ എത്തിക്കാൻ ഇതൊന്ന് മെയിനായിട്ട് നിന്നിരുന്നത്. ബാക്കി നമുക്ക് നാളെ ഇതേ ടൈമിൽ ക്ലാസ് എടുക്കാം കേട്ടോ. അയ്യോ ടൈം ഔട്ട് ആയി.